ഹലോ, ഹായ്, നമസ്കാരം. അപ്പോൾ ഞാനിന്ന് റോഡിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇത് റോഡിനെ കുറിച്ച് പറയാനല്ല കേട്ടോ വന്നത്. എങ്കിലും റോഡിൻ്റെ ഒരു ചെറിയ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ വളവിലുള്ള ഒരു വലിയൊരു കിണർ രൂപത്തിൽ വലിയൊരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ ഫുള്ള് വെള്ളമാണ്. എന്നാൽ പക്ഷേ മഴയില്ല. മഴയില്ലാതെ എങ്ങനെയാണ് ഇത്ര വെള്ളം ഇവിടെ വന്നതെന്നാണ് ആലോചിക്കുന്നതല്ലേ. അതാണ് ഞാനും ആദ്യം നോക്കിയത്. വലിയൊരു കുഴിയാണ്. ഇതിൽ ഈ സ്ത്രീകൾ പോകുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർ പെട്ടെന്ന് വീഴാൻ സാധ്യതയുണ്ട് സ്കൂട്ടിയിൽ. എങ്കിലും ശ്രദ്ധയോടുകൂടി പോകണം. തരൂരിലുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു വളവിലാണ് ഇങ്ങനെ ഒരു കുഴിയുള്ളത്. ഈ വെള്ളം ഇതിലൂടെ നിറഞ്ഞിങ്ങനെ ആരോ കൊണ്ട് ചെറിയൊരു ചാലൊക്കെ കയറി പാടത്തേക്ക് വെള്ളം വിടുന്നുണ്ട്. എന്തായാലും ആ മഴയില്ലാത്തതുകൊണ്ട് പാടത്തെങ്കിലും വെള്ളം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാവും. അതിൽ വെള്ളം അങ്ങനെയെങ്കിലും ഒരു ഉപകാരമാകുമെന്ന് കരുതിയ ആൾ. പക്ഷേ എങ്ങനെയാണ് ഈ വെള്ളം ഇവിടെ എത്തിയതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ വെള്ളത്തിൻ്റെ ഉറവിടം തേടി അങ്ങോട്ട് മുമ്പോട്ട് പോയി. ഇത്രയും വെള്ളം പോയി കിടക്കുന്നുണ്ടില്ലേ. അങ്ങനെ വെള്ളം വരുന്നത് ഞാൻ നോക്കുവാനായിട്ട് കണ്ടില്ലേ, ഫുള്ള് ഈ വെള്ളം. അപ്പോഴാണ് അറിഞ്ഞത് ഇത് കുടിവെള്ളം പൈപ്പ് പൊട്ടിയിട്ടാണ് ഇത്രയും വെള്ളം വന്നിരിക്കുന്നതാണ്. നമ്മുടെ വാട്ടർ അതോറിറ്റി, അതായത് പമ്പ് ഹൗസിൽ നിന്നുള്ള വെള്ളം തിരിച്ചു വിടുന്ന അവിടെ നിന്നാണ് ഈ വെള്ളം എല്ലാ വീട്ടിലേക്കും കുടിവെള്ളം പോകുന്നത്, പൈപ്പ് വെള്ളം. അപ്പോൾ തരൂരിൽ ഈ പൈപ്പ് പൊട്ടിക്കിടന്നിട്ട് ഏതാണ്ട് മാസങ്ങളോളമായി. ആരും അതിനെ ശ്രദ്ധിക്കുന്നില്ല. എന്തായാലും ഈ വെള്ളം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ ഒരാൾ പോകുമല്ലോ, അയാളും ഇത് അറിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ അയാളിത് ആരെ വെച്ചത് നേരാക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. ആ വെള്ളം ലീക്കേജ് അടയ്ക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം ആരുടെയും വീട്ടിലല്ലല്ലോ, ഇത് പൊതു സ്ഥലത്ത് കിടക്കുന്ന പൈപ്പും വെള്ളമല്ലേ, ആരുടെയും വീട്ടിലല്ലല്ലോ. അല്ലെങ്കിൽ തരൂരുകാർക്ക് വീട്ടിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, കിണറുണ്ട്. ഇത് വെള്ളം കിട്ടാത്ത എത്രയോ ആളുകളുണ്ട് അറിയോ. ഒരു തുള്ളി വെള്ളത്തിനായിട്ട് ബുദ്ധിമുട്ടുന്ന ഓരോരുത്തരും ഉണ്ട്. ഈ വെള്ളം പോകുന്നത് എത്ര ബുദ്ധിമുട്ടായ കാര്യം അറിയോ. ഇതൊന്ന് നേരാക്കാനായിട്ട് ആരും ശ്രമിക്കുന്നുമില്ല. ഇവിടെയാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. ഇത് ഇത്രയും നാളായിട്ട് ഇതിപ്പോൾ ഒന്ന് നേരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. എത്ര വെള്ളം അറിയും ഈ കുടിവെള്ളം പോകുന്ന, ഒരു മിനിറ്റിലോ ഒരു മണിക്കൂറിലോ അല്ല, ദിവസങ്ങളോടാണ് പോകുന്നത്. വെള്ളം കിട്ടാത്ത ഓരോരുത്തർ വെള്ളം വാങ്ങിക്കുകയാണ് കാശ് കൊടുത്തിട്ട്. ഇവിടെ വെള്ളം ലീക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തരൂരിലെ ഈ പമ്പ് ഹൗസിൻ്റെയുള്ള ഈ വാട്ടർ അതോറിറ്റിയിൽ പരിധിയിൽപ്പെട്ട ഇത് നേരാക്കാതെ വിട്ടത് വളരെ മോശമായി പോയൊരു കാര്യമാണ്. എങ്കിലും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. കണ്ടില്ലേ, ഈ കുടിവെള്ളമാണ് ഈ ചെളിയായി കലങ്ങി പോകുന്നത്. അല്ലേ, റോഡ് പണിയെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഈ പൈപ്പ് ഇനി റോഡ് പണി കഴിഞ്ഞിട്ടാവും തോണ്ടി നേരാക്കാൻ പോകുന്നത്. അപ്പോൾ റോഡ് വീണ്ടും കുത്തിപ്പൊളിക്കാമല്ലോ. എന്തായാലും ഇത് ചെയ്തത് മോശമായിപ്പോയി. തരൂരുകാർക്ക് എന്തായാലും അഭിമാനിക്കാം, കണ്ടില്ലെന്ന് നടിച്ചു പോകുന്നവർക്ക് എന്തായാലും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.